എന്തായി? ഇവൻ വല്ലതും പറഞ്ഞോ? ഇല്ല മാഡം, ഇതുവരെ ഇവൻ വാ തുറന്നിട്ടില്ല. നീ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിന്റെ വിരലടയാളം അവിടെ വന്നത്? എന്റെ വിരലടയാളം എന്നാ പിന്നെ ഞാൻ തന്നെ ആയിരിക്കും. മുണ്ടൂര് കള്ള് ഷാപ്പിൽ നിന്ന് ഒരു കുപ്പി കള്ളും കപ്പയും കഴിച്ച് തിരിച്ചു വരുന്ന വഴിക്കാണ് സാറേ ഒരു സ്ത്രീ അടുക്കള വാതിൽ ചാരി കുളിക്കാൻ പോകുന്നത് ഞാൻ കണ്ടത്. നിൽക്കാൻ പറ്റിയില്ല സാറേ. മാല കെട്ടി വെച്ച മുണ്ടും പറിച്ചുകൊണ്ടാണ് മാഡം അന്ന് ജെയിംസ് ഓടിയത്. അവസരം കളഞ്ഞു കുളിച്ച തെണ്ടി സാറേ. റോയും വിഷ്ണു പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഇവൻ പറഞ്ഞത് ശരിയാവാനാണ് സാധ്യത. മേഡം, ജെയിംസിനെ കിട്ടിക്കഴിയുമ്പോ നീ പറഞ്ഞ കഥ വല്ല മാറിയ പിന്നെ വേറെ കഥ പറയാൻ നീ ജീവനോട് ഉണ്ടാവില്ല. മനസ്സിലായോ? ഇന്ന് തന്നെ FIR ഇടണം. ശരി മാഡം, ഞാൻ ഇറങ്ങുന്നു. ഇതിപ്പോ എങ്ങനെയാ FIR ഇടാൻ പോകുന്നത്? ശിക്ഷ കഴിഞ്ഞിറങ്ങി ഒരുത്ത് മോഷിച്ച മുതൽ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ മറ്റൊരുത്തൻ അടിച്ചുകൊണ്ട് പോയെന്നോ? ചിലപ്പോ അങ്ങനെ ചെയ്യേണ്ടി വരും സാർ. പണി പോയി പെണ്ണും പോയി. ചേട്ടനെ എനിക്ക് കാണാനില്ല. എനിക്ക് ജീവിതകാലം മുഴുവൻ പൊരിക്കും നടേണ്ടി വന്ന് എനിക്ക് തോന്നുന്നു. ഇത് വന്നേ സസ്പെൻഷനായിട്ട് കുറെ നാളായി. ഇനിയിപ്പോ എന്താ ചെയ്യാ? എടാ, നമ്മുടെ അസോസിയേഷൻകാർ കുറെ പറഞ്ഞു നോക്കി, എസ്റ്റിമേറ്റ് അടുക്കണില്ല. ആ പെൺപിള്ളക്ക് വല്ല വേഷം മേടിച്ചു കൊടുക്കണം. അയാള് ലിപ്സ്റ്റിക്കും മേക്കപ്പ്. എടാ, ചാടിപ്പോനെ കിട്ടിയിട്ടാലോക്കാണ് പുള്ളിക്കാരി പറയണത്. എടാ, നമ്മളിപ്പിന്നെ എന്ത് ചെയ്യുന്നത്? ഇത് നമ്മൾ അറിഞ്ഞോട് ചെയ്താണോ? അന്ന് പൈസ ആയിട്ട് വന്നവനേലും കിട്ടിയാ മതി. പിന്നെ അല്ല, ജെയിംസിനെ കുറിച്ച് ക്ലൂ കിട്ടിയേനെ. എടാ, അവനെ ഇനി നമ്മളെ എവിടെ പോയി തപ്പാനാണ്? ഇനിയിപ്പോ രണ്ടും കളിപ്പിച്ച് നമ്മൾ തന്നെ ഇറങ്ങേണ്ടി വരും. പിന്നെ നമ്മളോട് കളിപ്പിച്ചിറങ്ങിയപ്പോ അവനോട് കിട്ടില്ല. ഇതെനിക്ക് പണിയാവുന്ന തോന്നണേ. എടാ, നിനക്ക് ഈ പണി കിട്ടിയതൊന്നും പോരെ? നീയൊന്നും അടങ്ങടാ. ദേ, ജെയിംസിന് നമ്മൾ തന്നെ പൊക്കിയിരിക്കും. ജോലി തിരിച്ച് കയറുകയും ചെയ്യും. എന്താ പോരെ? എടാ പോരടാ, നമ്മളായിട്ട് കളഞ്ഞ നമ്മുടെ അപ്പന്മാരുടെ പേര് നമ്മളായിട്ട് തന്നെ തിരിച്ചു പിടിക്കണം. എന്തിട്ടാണ് ഇനി അവനെ കിട്ടിയാലുള്ള ടണ്? ഡൺ. ഉറപ്പാണോ? ഉറപ്പ്. വിളിക്കാം.